ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമാ സീരീസാണ് മാഡ് മാക്സിൻ്റെ സിനിമാ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വെർഷനായ ഫ്യൂരിയോസ മാഡ് മാക്സ് സാഗ എന്ന് പറഞ്ഞ ചിത്രം റിലീസായിരിക്കുകയാണ്. ചിത്രം കണ്ടു. പാലക്കാട് സത്യ തിയേറ്ററിൽ നിന്നാണ് ഞാൻ കണ്ടത്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനോ ഷായ്. സീരീസിന്റെ കുലപതിയായിട്ടുള്ള ജോർജ് മില്ലറിന്റെ സംവിധാനത്തിൽ ക്രിസ് ഹെംസ്വർത്ത്, അനിയ ടൈലർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഏറ്റവും പുതിയ മാഡ് മാക്സ് സീരീസിലെ ഏറ്റവും പുതിയ വെർഷനാണ് ഫ്യൂരിയോസ മാഡ് മാക്സ് സാഗ എന്ന് പറഞ്ഞ ചിത്രം. 1979 ആദ്യത്തെ മാഡ് മാക്സ് സിനിമ ഇറങ്ങുന്നത്. അത് സംവിധാനം ചെയ്തതും ജോർജ് മില്ലർ തന്നെയായിരുന്നു. ആദ്യം ഫസ്റ്റ് പാർട്ട് 79-ലും, സെക്കൻഡ് പാർട്ട് 81-ലും, പിന്നീട് തേർഡ് പാർട്ട് 85-ലും, അതിനുശേഷം 2015-ലും ഫ്യൂരി റോഡ്. അത് പറയേണ്ട ആവശ്യമില്ല. എല്ലാ പ്രേക്ഷകരെയും ഒന്നിച്ച് മാഡ് മാക്സ് എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയ ഒരു ചിത്രം തന്നെയായിരുന്നു ഫ്യൂരി റോഡ് എന്ന് പറയുന്ന ചിത്രം. അപ്പം അത് കാണാത്തവരായിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു ചിത്രത്തിൻ്റെ 2015 ഇറങ്ങിയ ഫ്യൂരി റോഡ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒരു പ്രീക്വൽ വെർഷനാണ്, സീക്വൽ അല്ല, ഒരു പ്രീക്വൽ വെർഷനാണ് ഈ ഏറ്റവും പുതിയ ഫ്യൂരിയോസ എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രത്തിൽ ഫ്യൂരിയോസ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ബാക്ക് സ്റ്റോറി എന്താണ്, അവരെങ്ങനെയാണ് ആ സിറ്റുവേഷനിൽ എത്തിയത്, തുടർന്ന് എന്തൊക്കെ തരണം ചെയ്താണ് അവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഈ 2015 ഫ്യൂരി റോഡ് എന്ന് പറയുന്ന ചിത്രം തന്നെ സ്റ്റാർട്ട് ആകുന്നത് എന്തിൻ്റെ ബേസിലാണ് എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ഫ്യൂരിയോസ എന്ന് പറയുന്ന ചിത്രം. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഡീസൻറ്റ് എപ്പിക് മൂവി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഒരിക്കലും മാഡ് മാക്സ് 2015 മാഡ് മാക്സിൻ്റെ ഒരു മൂഡേ അല്ല ചിത്രത്തിന്. ഒരുപാട് ആക്ഷൻ സീക്വൻസുകളോ അല്ലെങ്കിൽ ഒരുപാട് മാഡ് മാക്സിൽ കണ്ട അത്രയും ഭീകരതയോ അല്ലെങ്കിൽ അത്രയും ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസോ സാധനങ്ങളോ ഒന്നും അല്ല ഇതിലൊരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു 5 പാർട്ടായിട്ട് കഥകൾ പറയുന്ന ഫ്യൂരിയോസ എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ ബാക്ക് സ്റ്റോറിയും ആ പെൺകുട്ടി അനുഭവിച്ച പ്രശ്നങ്ങളും ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്ന വില്ലന്മാരുടെ കാര്യങ്ങളും എങ്ങനെയാണ് അവർ ഈ 2015 ഫ്യൂരി റോഡ് എന്ന് പറയുന്ന ആ ചിത്രത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെ തരണം ചെയ്താണ് അവർ എത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ചിത്രമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ സമയമെടുത്ത് ഒരു 5 ചാപ്റ്ററിലാണ് കഥ പറയുന്നത്. ഓരോ ചാപ്റ്ററിലും അവരുടെ ഓരോരോ വേർഷൻസ്, ഓരോരോ കാലഘട്ടങ്ങൾ ഒക്കെ കാണിച്ചാണ് പോകുന്നത്. അപ്പോൾ അത് ആ രീതിയിലൊരു എപ്പിക് രീതിയിലുള്ള ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാഡ് മാക്സ് എന്ന് പറയുന്ന ഒരു ടെറൈൻ, ആ ഒരു ടെറിട്ടറി എന്താണെന്നും അവിടുത്തെ ഏതൊക്കെ സ്ഥലങ്ങളാണ്. ഗ്യാസ് ലാൻഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതെന്താണെന്നും അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളതും അങ്ങനെ തുടങ്ങി ഈ സിനിമയിൽ വരുന്ന ഇത് 2015 തുറന്നു കാണിക്കാൻ പറ്റാതെ പോയ ഒരുപാട് കാര്യങ്ങളെ ക്ലീനായിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു ടെറിട്ടറീനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ചിത്രമാണ് ഫ്യൂരിയോസ എന്ന് പറയുന്ന ചിത്രം. ഒരിക്കലും ബോർ അടിക്കത്തില്ല, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ കാണാൻ സാധിക്കും. പക്ഷേ 2015 ഫ്യൂരി റോഡ് എന്ന് പറയുന്ന ചിത്രം മനസ്സിൽ വെച്ചിട്ട് അത്ര ആക്ഷൻ കാണും എന്നുള്ള പ്രതീക്ഷയിൽ തിയേറ്ററിലേക്ക് വന്നാൽ നിരാശയായിരിക്കും. എനിക്ക് തോന്നുന്നു 1-2 ഒരു സീൻ മാത്രമേ ഉള്ളൂ ഇതുപോലെ ചേസിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള. അതൊക്കെ ഡീസൻ്റ് ആയിട്ട് നല്ല ത്രില്ലിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പഴയ ചിത്രത്തിൻ്റെ അത്ര ആക്ഷൻ സീക്വൻസുകളില്ല. ഒരുപാട് കഥയിലേക്കും സന്ദർഭങ്ങളിലേക്കുമാണ് ഇതിനെ കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതീക്ഷിച്ചു പോകുന്ന ഒരാൾക്ക് നിരാശയായിരിക്കും ഫലം. പക്ഷേ ഞാനത് മുൻകൂട്ടി തന്നെ എനിക്ക് അറിഞ്ഞിരുന്നു കുറച്ച് ഈ കഥയിലേക്കാണ് പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും ഞാൻ കുറച്ചും കൂടി ആക്ഷൻ പ്രതീക്ഷിച്ചിരുന്നു. എന്നാലും എനിക്ക് നിരാശപ്പെട്ടില്ല. എനിക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ക്രിസ് ഹെംസ്വർത്ത് ഇതിൻ്റെ വില്ലൻ, നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ അതിൻ്റെ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ തോറ്, മാർവലിലെ നമ്മുടെ തോറാണ് ക്രിസ് ഹെംസ്വർത്ത്. പുള്ളി ഒരു വല്ലാത്തൊരു ചേഞ്ച്, മേക്കപ്പിലടക്കം പുള്ളിയുടെ ഗെറ്റപ്പിലടക്കം വല്ലാത്തൊരു ചേഞ്ച് വരുത്തി. പുള്ളിയാണെന്ന് ഒരിക്കലും പറയാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറിനെയാണ് ചെയ്തിരിക്കുന്നത്. ഗംഭീര പ്രകടനമായിരുന്നു പുള്ളിയുടെ, എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ആദ്യം മുതൽ അവസാനം വരെ പല രീതിയിലുള്ള ഗെറ്റപ്പുകൾ, പല രീതിയിലുള്ളൊരു മേക്ക് ഓവറുകൾ, ക്ലൈമാക്സിൽ പോർഷനിൽ പോലും ഒരു ഷോട്ടിൽ പുള്ളി കലക്കിയിട്ടുണ്ട്. അത്ര രീതിയിലുള്ളൊരു
ഗെറ്റപ്പ് ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചിത്രത്തിൽ. സൂപ്പറായിട്ട് പുള്ളി അതിനെ ആ ക്യാരക്ടറിനെയും നല്ല രീതിയിൽ ഡിമാൻഡസ് അങ്ങനെയാണ്ടാന്ന് തോന്നുന്നു പേര്, ഡോക്ടർ ഡിമാൻഡസോ അങ്ങനെയാണ്ടാ പേര്. അപ്പോൾ ആ ക്യാരക്ടറിനെയും സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറയേണ്ടത് ആനിയ ടൈലർ എന്ന് പറയുന്ന ഫ്യൂരിയോസ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചെയ്തതാണ്. പക്ഷേ 2015 ഫ്യൂരിയോസ ആ പെണ്ണ് നല്ല രസമുണ്ടായിരുന്നു. ആ പെണ്ണിനെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ ഈ ലേഡിയും നല്ല രീതിയിൽ തന്നെ, ആക്ട്രസും നല്ല രീതിയിൽ തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയാം. കാരണം ഈ ചിത്രം ഇംഗ്ലീഷ് ഫിലിംസിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അങ്ങനെ ഇല്ലല്ലോ. അപ്പം തിയേറ്ററിലെ ഫസ്റ്റ് ഹാഫ് വരെ ഒരു ഡയലോഗും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. നായിക ഡയലോഗേ പറയുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് മുതലാണ് ഒന്നോ രണ്ടോ ഡയലോഗ് പറഞ്ഞ് തുടങ്ങുന്നത് തന്നെ. അവസാനമൊക്കെ ആകുമ്പോഴേക്കും സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതുവരെ സൈലൻസ് നിന്നുകൊണ്ട് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തത് പെർഫോമൻസ് സൂപ്പർ എന്ന് തന്നെ പറയാം. അത്ര മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആ ഫ്യൂരിയോസ എന്ന് പറയുന്ന ആ കഥാപാത്രത്തിൻ്റെ വിഷമവും വേദനയും എല്ലാം നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ ആക്ട്രസിന് സാധിക്കുന്നുണ്ടായിരുന്നു. അതും സൂപ്പറായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് അതിൻ്റെ ക്യാമറ വർക്കും അതിൻ്റെ VFX വർക്കും സൗണ്ട് ഡിസൈനും എല്ലാമാണ്. അതിൻ്റെ മേക്കിങ്, അതിൻ്റെ ആ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ ഒരു ഔട്ട്പുട്ട്, ഇതെല്ലാമാണ് പറയേണ്ടത്. അതെല്ലാം ഗംഭീരമായിട്ട് വർക്കൗട്ടായി. അറിയാമല്ലോ, മാഡ് മാക്സ് സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിനൊരു ഒരു ഒരു ഭീകരത ഉണ്ടായിരിക്കും. ഓരോ ചേസിങ് സീക്വൻസുകൾ ഫുൾ ടൈം വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അത് സൂപ്പറായിരുന്നു. അത് നല്ല രീതിയിൽ ഒരു കല്ലുകടിയൊന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ സൂപ്പറായിട്ട് എടുത്തു. കുറേ നമ്മളെ ഞെട്ടിക്കുന്ന കുറേ സാധനങ്ങളും എല്ലാം കൂടി ഇട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോയത്. ജോർജ് മില്ലർ തന്നെയാണ് ആദ്യത്തെ സീരീസ് മുതൽ പടം ഇതുവരെ വന്നിട്ടുള്ളത്. പുള്ളി തന്നെയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് തന്നെ പുള്ളിയുടെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലും എല്ലാം സൂപ്പറായിട്ടും വന്നിട്ടുണ്ട്. സിനിമ തീർന്നതിന് ശേഷം 2015 കുറേ സീനുകളും 2015 ഇറങ്ങിയ ഫ്യൂറി റോഡ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ കുറച്ച് സീനുകളും കൂടി കാണിച്ചപ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നി. എന്തായാലും വലിയ ആളും തിരക്കും തിയേറ്ററിൽ ഇല്ലായിരുന്നു. പൊതുവെ ഇംഗ്ലീഷ് പടത്തിന് ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു ഇവിടെ. എന്തായാലും നമ്മളൊരു പാതി ഡൗട്ടിലാണ് തിയേറ്ററിൽ പോയത്, ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു, ഷോ കാണുമോ ഇല്ലയോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ എന്തായാലും ഷോ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ വന്ന ഉമേഷ് എന്ന് പറഞ്ഞ ചേട്ടനും ചിത്രം ഇഷ്ടപ്പെടുകയുണ്ടായി. ഇത്രയൊക്കെ കാര്യങ്ങളെ എനിക്ക് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാഡ് മാക്സ് സീരീസ് ചിത്രങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നേന്ന് കണ്ടു തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. 2015 ഫ്യൂറി റോഡ് എന്ന് പറഞ്ഞ ചിത്രം കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. ഒരു സർപ്രൈസ് എലമെൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യും. അല്ലാതെ ഇത് കണ്ടതിന് ശേഷം ഇനി അത് കാണാൻ ഇതിൻ്റെ പ്രീക്വൽ ആണല്ലോ അല്ല സീക്വൽ ആണല്ലോ അത് എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ കാണാൻ നിൽക്കണ്ട. കാരണം ഒരു 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 ഫീല് കിട്ടും. അത് കണ്ടതിന് ശേഷം ഇത് കാണുമ്പോൾ ഉള്ളൊരു വേറൊരു ഫീല് കിട്ടും. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. വെറുതെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു സ്റ്റഫ് തന്നെയാണ് ഈ സാധനം. എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.